إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وإذا سمعوا ما أنزل إلى الرسول ترى أعينهم تفيض من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين وما لنا لا نؤمن بالله وما جاءنا من الحق ونطمع أن يدخلنا ربنا مع القوم الصالحين. ബഹുമാനരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ഈമാനും തഖ്വയും നിലനിർത്തി ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൽ നമ്മൾ പിന്നിട്ട ദിനരാത്രങ്ങളിലെ നമ്മുടെ നോമ്പും നമ്മുടെ മറ്റ് ഇബാദത്തുകളെല്ലാം അള്ളാഹു പൂർണ്ണമായും കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനി ബാക്കിയുള്ള ദിനങ്ങളിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതൊരു കാര്യത്തോടും നീതി പുലർത്തുന്നവരാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. റമളാനിനെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത്, നമ്മുടെ നോമ്പിനെക്കുറിച്ചുള്ള ചിന്തയാണ്. നീതി പുലർത്താൻ കഴിയുന്നുണ്ടോ എന്ന ഒരു ആലോചന എപ്പോഴും നമുക്ക് വേണം. റമളാനിനോട് ആർക്കാണ് നീതി പുലർത്താൻ കഴിയുക? പരിശുദ്ധ ഖുർആനിൽ ഷഹ്റു ശഅബാൻ, ഷഹ്റു ശവ്വാൽ, ഷഹ്റു റബീഉൽ അവ്വൽ എന്നൊന്നും ഖുർആനിൽ എവിടെയുമില്ല. അറബി മാസമാണതൊക്കെ. ഷഹ്റു റമളാൻ എന്ന പ്രയോഗം ഖുർആനിലുണ്ട്. ഷഹ്റു റമളാൻ, റമളാൻ മാസം. എന്നിട്ട് അല്ലാഹ് പറയാണ്, എന്താണ് അങ്ങനെ പറയാൻ? മറ്റ് മാസങ്ങളെയൊന്നും പറയാതെ ഷഹ്റു റമളാൻ എന്ന് അല്ലാഹ് പറഞ്ഞ് 9ാമത്തെ മാസം പറഞ്ഞത് അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. സഹോദരങ്ങളെ, ഖുർആനിനോട് നീതി പുലർത്താതെ റമളാനിനോടും നോമ്പിനോടും നമുക്ക് നീതി പുലർത്താൻ കഴിയില്ല. എന്താണ് ഖുർആനിനോട് നീതി പുലർത്തുക എന്ന് പറഞ്ഞാൽ? ഖുർആനിനോടുള്ള നീതി പുലർത്തലാണ് റമളാനിനോടുള്ള നീതി പുലർത്തൽ എങ്കിൽ ഖുർആനിനോടുള്ള നീതി പുലർത്തുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഓതി ഖത്തം തീർക്കൽ മാത്രമാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മാസം
ഖുർആൻ എടുത്ത് അത് ഓതലാണോ അതിനോടുള്ള നീതി? ഓതുന്നതിന് കൂലിയും പ്രതിഫലവുമുണ്ട്, തർക്കമൊന്നുമില്ല. പക്ഷെ ഖുർആനിനോട് നീതി പുലർത്തുക എന്ന് പറഞ്ഞാൽ കേവലം ഒരു പാരായണമാണോ? അതുകൊണ്ട് ഖുർആനിനോടുള്ള നീതി പുലർത്തിയോ? ഖുർആനുമായി ബന്ധപ്പെട്ട് 3 കാര്യം മനസ്സിലാക്കണം. 1 ഫഹ്മുൽ ഖുർആൻ, 2 തഫ്സീറുൽ ഖുർആൻ, 3 തദബ്ബുറുൽ ഖുർആൻ. ഫഹ്മുൽ ഖുർആനും തഫ്സീറുൽ ഖുർആനും തദബ്ബുറുൽ ഖുർആനും. ഇതിൽ ഫഹ്മുൽ ഖുർആൻ ഖുർആൻ മനസ്സിലാക്കലാണ്. തഫ്സീറുൽ ഖുർആൻ അതിൻ്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കലാണ്. തദബ്ബുറുൽ ഖുർആൻ ഖുർആനിലെ ചില ആയത്തുകളും സൂറത്തുകളും നമ്മുടെ ചിന്തയെ ഉണർത്തണം, അതാണ് തദബ്ബുർ. ഇത് 3ഉം ഒരു വിശ്വാസിക്ക് ഖുർആനിനുള്ള ബാധ്യതയാണ്. ഖുർആൻ ഇറങ്ങിയത് ജബലുന്നൂറിലെ ഹിറാ പർവ്വതത്തിൽ, ഹിറാ ഗുഹയിൽ, ജബലുന്നൂറിലെ ഹിറാ ഗുഹയിലാണ് ഖുർആൻ ഇറങ്ങിയത്. എന്നാൽ ഖുർആനിൽ അത് പറഞ്ഞിട്ടില്ല. ഖുർആനിൽ ജബലുന്നൂറിലെ ഹിറയിൽ ഖുർആൻ ഇറങ്ങി എന്ന് പറഞ്ഞിട്ടില്ല. അത് അങ്ങനെ തന്നെയാണ് സത്യം. പക്ഷെ അത് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക. റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആനുമായി ഇറങ്ങിയത് അലാ ഖൽബിക, താങ്കളുടെ ഹൃദയത്തിലേക്കാണെന്നാ പറഞ്ഞത്. ഹിറാ ഗുഹയിൽ റൂഹുൽ അമീൻ ജിബ്രീൽ വന്നു എന്നല്ല, ഹൃദയത്തിലേക്ക് ഇറങ്ങി എന്നാ ഖുർആൻ പറഞ്ഞത്. 26-ാം അധ്യായം 194-ാമത്തെ ആയത്തിൽ ഇന്ന ഫീ ദാലിക ലദിക്റ, ഈ ഖുർആൻ ഒരു ഉത്ബോധനമാണ്. ആർക്ക്? ലിമൻ കാന ലഹു ഖൽബുൻ, ഹൃദയമുള്ളവർക്ക്. ഹൃദയമുള്ളവർക്ക് ഇതൊരു ഉത്ബോധനമാണ്. ഹൃദയമില്ലാത്തവർ ആരിപ്പോ അവിടെ ഇല്ലല്ലോ. പിന്നെ എന്താണ് പറഞ്ഞത്? ഷഹീദ്, മനസ്സാന്നിധ്യത്തോടെ ചെവി കൊടുത്ത് കേൾക്കുന്നവന്, മനസ്സാന്നിധ്യത്തോടെ ചെവി കൊടുത്ത് കേൾക്കുന്നവന് ഈ ഖുർആൻ ഉത്ബോധനമാണ്. അവനാണ് ഹൃദയം ഉണ്ടാകുക. ഖുർആനിന്റെ ആയത്തുകൾ ഹൃദയത്തിലേക്ക് ഇറങ്ങണം, ഹൃദയത്തെ സ്വാധീനിക്കണം. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഖുർആനിനോട് നമ്മൾ നീതി പുലർത്തി. അവിടെയാണ് തദബ്ബുർ. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ ഖുർആൻ എന്താണ് തദബ്ബുർ ചെയ്യാത്തത്? 2 തവണ അല്ലാഹ് ചോദിച്ചിട്ടുണ്ട്. 2 തവണ. 1 ഹൃദയം തുറക്കാനാണ്, 2 ഖുർആന്റെ ആധികാരികത ബോധ്യപ്പെടാനാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറാ. ഖുർആനെ പറ്റി ചിന്തിക്കുക, അപ്പോൾ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ല എന്ന് കാണാം. അത് ഖുർആന്റെ ആധികാരികതയാണ്, അത് ബോധ്യപ്പെടണം. എല്ലാവരും പറയുന്നത് ഏറ്റു പറയാനല്ല, അവനവന് ബോധ്യപ്പെട്ടോ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ല, ഖുർആൻ സത്യമാണ്, അള്ളാഹുവിൽ നിന്നിറങ്ങിയതാണ് എന്ന് ഖുർആൻ വായിച്ച് നമുക്ക് ബോധ്യപ്പെട്ടോ അതിന് തദബ്ബുർ ചെയ്യണം. മറ്റത് ഹൃദയത്തെ പൂട്ടിയിരിക്കുകയാണ്. ഒരു വസ്തു പൂട്ടി എന്താ പ്രശ്നം? പൂട്ടിയാൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും വെക്കാനും പറ്റൂല, അതിൻ്റെ ഉള്ളിലൊന്നും പുറത്തു പോകൂല. നമുക്കെന്താ വേണ്ടത്? ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരുപാട് ദുഷിച്ച ചിന്തകളുണ്ട്, വേണ്ടാത്തതുണ്ട്, തെറ്റുകളും കുറ്റങ്ങളുമുണ്ട്. അതൊക്കെ പുറത്തു പോകണം. പുറത്ത് നിൽക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, ഈമാന്, തഖ്വ, ഖുശൂ, ഇതൊക്കെ പുറത്താണ്. അത് ഉള്ളിലേക്ക് വരണം. ഉള്ളിലേക്ക് വരണമെങ്കിൽ, പുറത്തേക്ക് പോകണമെങ്കിൽ ഹൃദയം തുറക്കണം. ഹൃദയം തുറക്കണമെങ്കിൽ എന്ത് വേണം? ഖുർആൻ തദബ്ബുർ ചെയ്യണം. എന്തിനാ നോമ്പ് നോറ്റത്? ചില ആൾക്കാരെ നോമ്പ് ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ? എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആര്? നോമ്പ് നിർബന്ധമാക്കിയ റബ്ബ്. ആരാ നോമ്പ് നിർബന്ധമാക്കിയത്? റബ്ബ്. ആ റബ്ബ് പറഞ്ഞു എനിക്ക് ആവശ്യമില്ല. ചില ആൾക്കാരെ നോമ്പ് വേണ്ടെന്നല്ല പറഞ്ഞത്. ആരാണ്? ലയദ ഖൗല സൂരി വൽ അമൽ ബിഹി. അപ്പോ ദുഷിച്ച ചിന്തകളും വാക്കുകളും പ്രവൃത്തികളൊക്കെ ഒഴിവാക്കാത്ത നോമ്പ് ആവശ്യമില്ല. അപ്പൊ നോമ്പ് അതാണ് നോമ്പും റമളാനും ഖുർആനൊക്കെ തമ്മിലുള്ള ബന്ധം. അല്ലാഹു തആല ഖുർആന്റെ തദബ്ബുറുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അതാണ്. ഈ റമളാൻ മുബാറക്കായത് എന്തുകൊണ്ട്? ഷഹ്ർ മുബാറക്, ലൈലത്തുൽ മുബാറക. ഖുർആനാണ് ലൈലത്തുൽ മുബാറക. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദറാണ്. കിതാബുൻ മുബാറക്, കാരണം മുബാറക്കായ ഒരു ഗ്രന്ഥം. ലിയദ്ദബ്ബറു ആയാത്തി, അതിൽ ആയത്തുകൾ തദബ്ബുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ ഖുർആന്റെ കൽപ്പനകൾ എന്തായിരുന്നാലും ഖുർആന്റെ കൽപ്പനകൾ നിർബന്ധമായും പാലിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാരാ. നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം. നമുക്കെല്ലാവർക്കും താല്പര്യമുണ്ട് ഖുർആന്റെ കൽപ്പനകൾ അംഗീകരിക്കണമെന്ന്. എങ്കിൽ ഖുർആനിന്റെ ആദ്യത്തെ 2 കൽപ്പന ഏതാ? ഖുർആനിന്റെ ആദ്യത്തെ 2 കൽപ്പന ഏതാ? ഖുർആനിലെ ആദ്യ
വചനങ്ങൾ ഏതാ? ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ ആയത്തുകൾ ഏതാ? ആ ആയത്തുകളിൽ 2 കൽപ്പനാക്രിയയുണ്ട്. 2 കൽപ്പനാക്രിയ. ആ 2 ഒന്ന. ഏതാണത്? ഇഖ്റ. എന്താണ് ഇഖ്റ? ഖുർആൻ വായിക്കണമെന്നാണ്. എന്താ വായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഓതാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അർത്ഥം അറിയാതെ അതങ്ങനെ ഓതി വിടും. വായിക്കുക എന്ന് പറഞ്ഞാൽ തഫ്സീർ ഓതാന്ന് പറയില്ല, തഫ്സീർ വായിക്കുക എന്നാ പറയാ. വായന എന്ന് പറയുന്നത് അർത്ഥം മനസ്സിലാക്കിയിട്ട് വായിക്കണം എന്നാ പറഞ്ഞത് അള്ളാന്റെ ഖുർആൻ. ആദ്യത്തെ വചനങ്ങളിൽ 2 ഇഖ്റ ഉണ്ട്. ആ 2 ഇഖ്റ ഖുർആൻ വായിക്കണമെന്ന കൽപ്പനാക്രിയയാണ്. എങ്കിൽ ഖുർആനിന്റെ ആദ്യത്തെ 2 കൽപ്പനകളോട് നമ്മൾ നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ഖുർആനിൽ നമുക്കറിയാത്തത് പഠിപ്പിച്ചു തന്നു. ഖുർആൻ പഠിപ്പിച്ചു, അറിയാത്ത പലതും പഠിപ്പിച്ചു. ആദം നബിക്ക് നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അല്ലമ ആദമൽ അസ്മാ, അള്ളാഹിനെ പറ്റി ആദ്യം പറഞ്ഞു കൊടുത്തു, അള്ളാഹിന്റെ നാമങ്ങൾ പറഞ്ഞു കൊടുത്തു, അള്ളാഹിനെ പറ്റി മനസ്സിലാക്കി കൊടുത്തു. തെറ്റുകൾ മനുഷ്യന് പറ്റും, എങ്ങനെ തൗബ ചെയ്യണം അതറിഞ്ഞൂടായിരുന്നോ? അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തു. അതാണ് അല്ലമ്മൽ ഇൻസാന മാലമ്യാലം, അറിയാത്തതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. തെറ്റുകുറ്റങ്ങൾ വരും, എങ്ങനെ പശ്ചാത്തപിക്കണം, റബ്ബിനോട് എങ്ങനെ പറയണം, ഈ ചെയ്ത തെറ്റൊന്നും നാളെ പരലോകത്ത് വരരുത്, അതിനെന്ത് ചെയ്യണം, ഇത് മായ്ക്കപ്പെടണം, മരിക്കുന്നതിന് മുമ്പ് അതിന് ഞാനെന്താ പറയേണ്ടത്? നമുക്കറിയുമോ സഹോദരങ്ങളെ? ഈ റമദാനിന്റെ ദിനരാത്രങ്ങൾ നമ്മൾ ചിന്തിക്കുക. അള്ളാഹുവിന്റെ റഹ്മത്താണ് ഖുർആൻ. അള്ളാഹിന്റെ റഹ്മത്താണ് ഖുർആൻ. റഹ്മത്ത് നൽകുന്നവനാണ് റഹ്മാൻ. റഹ്മത്ത് നൽകുന്നവനാണ് അർ റഹ്മാൻ. ഖുർആനിൽ 57 തവണ പറഞ്ഞു അർ റഹ്മാൻ. ആരാണ് അർ റഹ്മാൻ? അല്ലമൽ ഖുർആൻ. ഖുർആൻ പഠിപ്പിച്ചവനാ. ഖുർആൻ ഇറക്കിയവനല്ല, ഖുർആൻ പഠിപ്പിച്ചവനാണ് അർ റഹ്മാൻ. അള്ളാഹു നമുക്ക് റഹ്മാനായി, അള്ളാഹുവിനെ അർ റഹ്മാനായി അംഗീകരിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കണം. അർ റഹ്മാൻ ആയത്ത് നമ്പർ 1 തീർന്നു. ഒരു ആയത്തിൽ, ഖുർആനിലെ ഒരായത്തിൽ ഒരു വാക്ക് മാത്രം, ഒരു പദം മാത്രം അർ റഹ്മാൻ. അർ റഹ്മാൻ ആയത്ത് നമ്പർ 1 കഴിഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? അല്ലമൽ ഖുർആൻ. സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാത്തവൻ അള്ളാഹിനെ റഹ്മാനായിട്ട് അംഗീകരിക്കാൻ പറ്റൂല. മക്കത്തെ മുശ്രിക്ക് അള്ളാഹിനെ റഹ്മാനായിട്ട് അംഗീകരിച്ചില്ലല്ലോ. പിന്നെ അവരെപ്പോഴാണ് അംഗീകരിച്ചത്? അവർ ഖുർആൻ പഠിക്കാൻ തുടങ്ങി, അവരംഗീകരിച്ചു അള്ളാഹുവിനെ റഹ്മാനായിട്ട്. നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അപ്പൊ എന്തിന്? ഖുർആന്റെ മുന്നിൽ ഇസ്തിമാഅ് വേണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഖുർആൻ കാണണം, അത് കേൾക്കണം, അത് ഹൃദ്യസ്ഥമാക്കണം. സമ്മും ബസറും ഫുആദും 3ഉം ചേരുന്ന പ്രക്രിയയാണ് ഇസ്തിമാഅ്. ജിന്നുകൾ ഖുർആൻ പഠിക്കാൻ വന്നു. യസ്തമിഊനൽ ഖുർആനാണ് അള്ളാഹ് പറഞ്ഞത്. ജിന്നുകൾ ഖുർആൻ പഠിച്ചു എന്നാ പറഞ്ഞത്. ഖുർആനിലെ ഉദാഹരണങ്ങൾ ഇസ്തിമാഅ് ചെയ്യണം. അല്ലദിന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. ഈ ഖുർആനാകുന്ന വാക്കിനെ ശ്രദ്ധിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ. വബശ്ശിർ ഇബാദ്, എന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ച അടിമകൾ ആരാണെന്നറിയോ? ഖുർആൻ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുന്നവരാണ്. വമിൻഹും മൻ യസ്തമിഊന ഇലൈക. നബിയെ, താങ്കൾ ഓതിക്കൊടുക്കുന്ന ഖുർആൻ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുന്നവരാരാണ് എന്ന് എനിക്കറിയാം. നഹ്നു അഅലമു ബിമാ യസ്തമിഊന ബിഹി. അല്ലാഹ് പറയാ, ഖുർആൻ കേട്ട് പഠിക്കുന്നവരാരാണെന്ന് എനിക്കറിയാം. ഖുർആൻ പഠിക്കുന്നവന്റെ മനസ്സിൽ സന്തോഷത്തിന്റെ പൂത്തിരി കത്തുന്ന ആയത്താണിത്. അല്ലാഹ് പറയാണ്, എനിക്കറിയാം എന്റെ ഖുർആൻ തുറന്നു വെച്ച് പഠിക്കുന്നവരാരൊക്കെയാണ്. ഈ സദസ്സിലുണ്ട് ഖുർആൻ പഠിക്കുന്ന ആളുകള്. അവരെക്കുറിച്ച് അല്ലാഹ് പറയാ, അവരാരാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് വേറൊരു വാക്കുണ്ട്. അത് പഠിക്കാത്തവരാരാണെന്നും എനിക്കറിയാം. ഈമാനുള്ളവരെ, അള്ളാഹുവിന്റെ വാക്ക് നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്താനുള്ള ഈമാൻ നമുക്കുണ്ടെങ്കിൽ അള്ളാഹ് പറയാണ്, ഖുർആൻ പഠിക്കുന്നവരാരാണെന്ന് എനിക്കറിയാമെന്ന് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാത്തവരാരാണെന്നും എനിക്കറിയാം. അള്ളാഹു നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയപ്പെടണം സഹോദരങ്ങളെ, ഭയപ്പെടണം. ഒരു മുസ്ലിമിന് നിർബന്ധമാണ് ഇത് പഠിക്കുന്ന സദസ്സുകളിൽ വരിക എന്നത്. എന്നും കേട്ട് കേൾവിക്കാരനായി തിരിച്ചു പോകാനാണ് നമ്മളെ വിധിയെങ്കിൽ നമ്മളാം ദൗർഭാഗ്യവാൻ, ഭാഗ്യം കെട്ടവൻ ഈ ലോകത്ത് വേറെയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.
എന്നിട്ട് അള്ളാഹ് പറയാം, വമിൻഹും അവരുടെ കൂട്ടത്തിലുണ്ട് മൻ യസ്തമിഊന ഇലൈക, നീ ഓതിക്കൊടുക്കുന്ന ഖുർആൻ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുന്നവർ. എന്നിട്ടൊരു ചോദ്യം, അഫ അൻത തുസ്മിഉ സുമ്മ, ബദിരനെ കേൾപ്പിക്കാൻ നിന്നെ കൊണ്ടാകുമോ? ബദിരനെ, ആരാണ് ഈ ബദിരൻ? ആരാണ് ഈ ബദിരൻ? കേൾവി ശക്തി അള്ളാഹ് തന്നിട്ടും ഖുർആൻ കേൾക്കാത്തവൻ. അള്ളാഹു വിളിച്ച ബദിരനാരാ? അള്ളാഹു വിളിച്ച ബദിരൻ ചെവി കേൾക്കാത്തവനാരാ? അള്ളാഹു കേൾവി ശക്തി തന്നിട്ടും അള്ളാന്റെ കലാം കേൾക്കാൻ ചെവിയെ ഉപയോഗപ്പെടുത്താത്തവൻ. എപ്പോഴാ കേൾക്കുക? നമ്മൾ ഒരു ഉസ്താദിന്റെ മുന്നിൽ ഇരുന്ന് പഠിക്കുമ്പോഴേ കേൾക്കുക. അള്ളാന്റെ റസൂലിനോടുള്ള ചോദിച്ച ചോദ്യമാണ്. ചെവി മാത്രം സാക്ഷിയായ പോരെ സഹോദരങ്ങളെ, ഹൃദയത്തിലേക്ക് ഖുർആൻ ഇറങ്ങണം. എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത്? രണ്ട് കാര്യങ്ങളുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ തീറാൻ കിട്ടിയ മനസ്സ് കിട്ടുന്നില്ല, പോവാണ്. റമളാനായി കുറേ നിസ്കരിച്ചു, തറാവിയൊക്കെ നിസ്കരിച്ചു, അള്ളാഹ് എത്ര കബൂൽ ചെയ്യാന്ന് അറിയില്ല. കാരണം കെട്ടിയത് ഓർമ്മയുണ്ട്, പിന്നെ ഫാത്തിഹ ഓതിയെന്ന് ഓർമ്മ, സൂറത്ത് ഓതിയെന്ന് ഓർമ്മയില്ല, മനസ്സ് നിൽക്കുന്നില്ല. പലർക്കും നമുക്കൊക്കെയുമുള്ള പ്രശ്നമാണ് അല്ലെ. രണ്ടാമത്തത് എന്താ? മിമ്പറമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അടുത്ത ഖുർആൻ ക്ലാസ്സിൽ പോകണമെന്ന് വിചാരിക്കും, പക്ഷെ പോകാൻ കഴിയുന്നില്ല. പരലോകത്തെക്കുറിച്ച് പറഞ്ഞ് കേൾക്കുമ്പോൾ പേടി തോന്നും, അടുത്ത ദിവസം മുതൽ ശരിയാക്കണമെന്ന് വിചാരിക്കും, പക്ഷെ പറ്റുന്നില്ല. ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് നമ്മളെ സമയം കഴിയും. അള്ളാഹ് പറയാണ്, ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവസാനം അള്ളാന്റെ സമയെത്തിയപ്പോ നമുക്ക് ബോധ്യപ്പെട്ടു, ഞാൻ കേട്ടിരുന്നു, ഇത് കേട്ടിരുന്ന ഈ കാര്യം ചെയ്യാതിരുന്നതാണ് എന്റെ മുന്നിൽ ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായി വന്നിട്ടുള്ളത് എന്നവര് ബോധ്യപ്പെടും. അള്ളാഹ് പറയാണ്, ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് എന്താ പരിഹാരം എന്നറിയോ? ലൗലാ നുസ്സില അലൈഹിൽ ഖുർആൻ ജുംലത്തൻ വാഹിദ. ചോദിച്ച ചോദ്യമാണ്. ഖുർആൻ ഒരു ഗ്രന്ഥമായിട്ട് ഇങ്ങോട്ട് തൗറാത്ത് പോലെ തന്നപ്പോ 23 കൊല്ലം കൊണ്ട് എന്തിനാ ഖുർആൻ? 23 കൊല്ലം കൊണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അൽ-ബഖറ സൂറത്ത് പഠിച്ചത് 8 കൊല്ലം കൊണ്ടാന്നാ. 8 കൊല്ലം എടുത്തിട്ട് പഠിച്ചു എന്നാ. അത് കാണാപ്പാഠം പഠിക്കുന്നതിനെ പറ്റിയല്ല, അത് തദബ്ബുർ ചെയ്ത് പഠിച്ചതാ. എന്തിനാണ് ഇങ്ങനെ ഇറക്കിയത് ഖുർആൻ? അത് മറുപടി കദാലിക്, ഇങ്ങനെ തന്നെയാണ്. 23 കൊല്ലം ഖുർആൻ ഇറങ്ങിയത്. മൂസാ നബിനെ തൂർസീനയിലേക്ക് കണ്ട് വിളിച്ചിട്ട് തൗറാത്ത് കയ്യിൽ കണ്ട് കൊടുത്തു. മുഹമ്മദ് നബി ഇറാഖിലേക്ക് വിളിച്ചിട്ട് ഖുർആന്റെ കോപ്പി കൊണ്ട് കൊടുക്കല്ല ചെയ്തത്, ഖുർആനിന്റെ ഫലകം കൊടുക്കല്ല ചെയ്തത്. 23 കൊല്ലം കൊണ്ട് ഖുർആൻ ഇറങ്ങി. എന്തിനങ്ങനെ? ആ ചോദ്യത്തിന്റെ മറുപടി ലിനുസബ്ബിത ബിഹി ഫുആദക്, നിന്റെ ഹൃദയത്തിന് സബാത്ത് കിട്ടാനാണ്. ഈമാൻ കുറയും, ഈമാനില്ലാതെ യാപ്പിയെ പോകും, അതിനു വേണ്ടിയാണ്. സഹോദരങ്ങളെ, ഒരല്പസമയം ഒന്ന് ഖുർആനിന്റെ മുന്നിൽ ഇരുന്നിട്ട് അള്ളാഹിനെ പറ്റി ആലോചിച്ചിട്ട് ചിന്തിച്ച് ഒരിറ്റ കണ്ണീര് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്നു എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഇതൊന്നും ഇല്ലാത്തവരാണ് നമ്മളെങ്കിൽ, ഞാൻ ഓതി വെച്ച ആയത്ത്, വൈദാ സമീഉ മാ ഉൻസില ഇല റസൂൽ, റസൂലിന് ഇറക്കപ്പെട്ടത് അവർ കേട്ടാൽ, അതേതാ? ഖുർആനാ. തറാ, നബിയെ താങ്കൾക്ക് കാണാം, ആയനകും, അവരുടെ കണ്ണിലേക്ക് നോക്കിയാൽ. അള്ളാഹ് ഖുർആനിൽ പറയാ, അവർ ഖുർആൻ കേൾക്കുമ്പോ കണ്ണിലേക്ക് നോക്കി നബിയെ, കണ്ണിലേക്ക് നോക്കിയാൽ കാണാം, ആയനകും തഫീളു മിനദ് ദംഇ, കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒലിക്കണത് കാണാം. എന്താ കാരണം? മിമ്മാ അറഫൂ മിനൽ ഹഖ്, ചില ഹക്ക് അവർക്ക് ബോധ്യപ്പെട്ടതിനാൽ. സഹോദരങ്ങളെ, ഖുർആനിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട 2 പ്രാർത്ഥന ഉണ്ട്, അറിയോ? കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട 2 പ്രാർത്ഥന ഖുർആനിലുണ്ട്. അല്ലാഹ് കരഞ്ഞുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കാന്ന്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പ്രാർത്ഥന ഒന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ട സഹോദരങ്ങളെ. എന്താണ് ആ പ്രാർത്ഥന? ഇതാ, ഈ ആയത്താണ്. കണ്ണിൽ നിന്ന് കണ്ണുനീരോടുകൂടി അവർ പ്രാർത്ഥിക്കും, റബ്ബനാ ആമന്നാ ഫക്തുബിനാ മഅശ്ശാഹിദീൻ, റബ്ബേ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഈമാൻ കിട്ടി ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പേര് രേഖപ്പെടുത്തണമേ. കരഞ്ഞുകൊണ്ടല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇത് ഈമാനുള്ളവരെ കരഞ്ഞുകൊണ്ടല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? മരിക്കുമ്പോൾ ഈമാൻ കിട്ടി ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന് കരഞ്ഞുകൊണ്ടവർ പ്രാർത്ഥിക്കും. ഖുർആനിലുള്ളതാ. ഒരു തവണയെങ്കിലും പറ്റണ്ടേ ജീവിതത്തിൽ മരിക്കണം മുമ്പ്? ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീതല്ലേ ഖുർആൻ. എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ നമുക്കറിയില്ല, ഏത് സമയത്തൊന്നും അറിയില്ല. കോഴിക്കോട് മേലങ്ങാടിയിൽ കുടുംബത്തെ പോറ്റാൻ വേണ്ടി
ചുമട് ചുമക്കുന്ന തൊഴിലാളികൾ, നോമ്പ് നോറ്റും വ്രതമനുഷ്ഠിച്ചും വലിയ ഭാരം ചുമലിലേറ്റുന്ന 4 മുസ്ലിം സഹോദരന്മാര് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നപ്പോ കെട്ടിടം തകർന്നു വീണു, ദാരുണമായി മരിച്ചവര്. കുടുംബത്തെ പോറ്റാനുള്ള ജിഹാദിന്റെ മാർഗത്തിലാ. കുടുംബത്തെ പോറ്റാൻ അധ്വാനിക്കുന്നവൻ, കഷ്ടപ്പെടുന്നവൻ, ഭാരം ചുമക്കുന്ന ജോലി ചെയ്യുന്നവൻ ആ മാർഗത്തിൽ വഴിയിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ ഷഹീദിന്റെ പദവിയാണ്. 8 തരം മരണത്തിൽ നിന്ന് രക്ഷിച്ചോളാൻ പറ്റും. 8 തരം മരണത്തിൽ നിന്ന് കാവൽ ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദമി വമിനൽ തറദി വമിനൽ ഗറഖി വൽ ഹറഖി വൽ ഹറം വഅഊദു ബിക മിൻ അൻ യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത് വഅഊദു ബിക അൻ അമൂത ഫീ സബീലിക മുദ്ബിറൻ വഅഊദു ബിക അൻ അമൂത ലദീഗൻ. 8 മരണം. അതിൽ ഒന്നാമത്തേത് ഹദമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദം. സംരക്ഷണം എന്നോണം നിർമ്മിക്കപ്പെട്ട ഈ കെട്ടിടത്തിന് താഴെ ഇരിക്കുമ്പോ കെട്ടിടം തകർന്ന് മരിക്കുക. അള്ളാഹുവെ കാക്കണമേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എങ്ങനെ, ഏത് സമയത്ത്, എവിടെ വെച്ച് എങ്ങനെ മരിക്കുകയാണെങ്കിലും ഈമാൻ കിട്ടി മരിക്കണം നമ്മുടെ ഹൃദയത്തിലില്ലേ? അതിന് റബ്ബിനോട് ചോദിക്കണ്ടേ, പ്രാർത്ഥിക്കണ്ടേ? കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. അവർ പറയും വമാലനാലാനു ഉമിനു ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ പറ്റും? അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ കൊണ്ടുവന്ന ഈ ഖുർആനാകുന്ന സത്യം, അത് പഠിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഞങ്ങൾക്ക് എങ്ങനെ പറ്റും? നല്ല ജനങ്ങളെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കാതിരിക്കാൻ, അത്യാഗ്രഹിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ പറ്റും? ഇതിന്റെ ബാക്കി എന്താ അറിയോ? ഇതിന്റെ ബാക്കി കേൾക്കണം. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിനാൽ അവർക്ക് നാം സ്വർഗം പ്രതിഫലമായി കൊടുത്തു. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിനാൽ, പ്രാർത്ഥിച്ചതുകൊണ്ട് അവർക്ക് നാം അരുവികൾ ഒഴുകുന്ന സ്വർഗം പകരമായി കൊടുത്തു. ഖുർആന പ്രാർത്ഥിച്ചതിനാൽ. വളരെ വ്യക്തമാണ് പ്രാർത്ഥിക്കാതിരുന്നാൽ എന്താണ് അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ഈ ചിന്ത വേണം. റബ്ബിന്റെ മുന്നിൽ ഒന്ന് പറയാ, ഒരു യോഗ്യത ഇല്ലാത്തവരാണ്. യാചിക്കാൻ പ്രത്യേകിച്ച് യോഗ്യത ഒന്നും വേണ്ട. യാചിക്കാൻ പ്രത്യേകിച്ച് യോഗ്യത ഒന്നും വേണ്ട. അല്ലാഹുവിലേക്ക് കൈ ഉയർത്തി യാചിക്കപ്പെടച്ചോൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. സ്വർഗം കൊണ്ട് പടച്ചോനെ, ചെയ്ത തെറ്റുകൾ പലതും എനിക്ക് ഓർമ്മയില്ല റബ്ബേ, ഏറ്റുപറയാൻ എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി പല തെറ്റും. 10-60 കൊല്ലത്തെ ആയുസ്സിൽ ഞാൻ ചെയ്ത തെറ്റുകൾ എമ്പാടുമുണ്ട്, ഓരോന്നും എടുത്തു പറയാൻ എനിക്ക് ഓർമ്മയില്ല. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ. പടച്ചോനെ, അബദ്ധം ചെയ്തിട്ടുണ്ട്, പിടികൂടി ശിക്ഷിക്കല്ല പടച്ചോനെ. മറന്നുപോയി പലതും പിടികൂടി ശിക്ഷിക്കല്ല പടച്ചോനെ. താങ്ങാൻ കഴിയാത്തത് തരല്ല പടച്ചോനെ. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به. എനിക്ക് താങ്ങാൻ പറ്റാത്ത സങ്കടങ്ങൾ തരല്ല പടച്ചോനെ. താങ്ങാൻ പറ്റാത്ത ദുരന്തങ്ങൾ തരല്ല പടച്ചോനെ. താങ്ങാൻ സാധിക്കാത്തത് ഞങ്ങൾക്ക് നീ തരല്ല പടച്ചോനെ. പ്രാർത്ഥിക്കണം. തിന്മകൾ വന്നുപോയി, വെളിപ്പെടും നാളെ പരലോകത്ത് ചെയ്ത തെറ്റുകൾ, ഏത് ചെറുതും വലുതും, എല്ലാം വരും, എല്ലാം വെളിപ്പെടും. പക്ഷെ വെളിപ്പെടാതിരിക്കണം, അതിനെന്ത് വേണം? അതിൽ മായ്ക്കപ്പെടണം. ചെയ്ത തെറ്റ് മായ്ച്ചു കിട്ടണം. അതിനാണ് റമളാൻ, അതിനാണ് നോമ്പ്. മായ്ച്ചു കിട്ടണം. അതിനെന്ത് വേണം? പ്രാർത്ഥിക്കണം. റമളാനിൽ ദിനരാത്രങ്ങൾ റബ്ബിനോട് പറയണം, വക്കഫിർ അന്നാ സയ്യിആത്തിന. തിന്മകൾ മായ്ച്ചുകൊണ്ട പടച്ചോനെ, മായ്ച്ചുകൊണ്ട പടച്ചോനെ. അല്ലാഹ് പറയുന്നുണ്ട്, നുക്കഫിർ സയ്യിആത്തിക്കും, നിങ്ങൾ തിന്മ മായ്ച്ചു തരും, മായ്ച്ചു തരും എന്ന് അല്ലാഹ് പറഞ്ഞു. അതിന് ചോദിക്കാൻ നമുക്കറിയണ്ടേ? ചോദിക്കാൻ നമുക്കറിയണം. കരഞ്ഞുകൊണ്ടുള്ള രണ്ടാമത്തെ പ്രാർത്ഥന സുജൂദിലാണ്. കരഞ്ഞുകൊണ്ടുള്ള രണ്ടാമത്തെ പ്രാർത്ഥന സുജൂദിലാണ്. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹ് പറയാണ്, ഖുർആൻ പഠിക്കുന്നവരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, ഈ വേദഗ്രന്ഥത്തിൽ ഇൽമുള്ള ആളുകൾ സുജൂദിൽ നാട്ടുകുത്തി വീഴും. എന്നിട്ട് അവിടെ പറയും, സുബ്ഹാന റബ്ബിന ഇൻ കാന വഅദു റബ്ബിന ലമഫ്ഊല. റബ്ബേ, നിന്റെ വാഗ്ദാനങ്ങൾ സത്യമാണ്, പുനരുക തന്നെ ചെയ്യും, നീ എത്ര പരിശുദ്ധനാണ്. എന്നിട്ട് അവര് യഖിറൂന ലിൽ അദ്കാനി യബ്കൂൻ. അവര് കരഞ്ഞുകൊണ്ടാണ് സുജൂദിൽ വീണത്. കരഞ്ഞുകൊണ്ടാണ് സുജൂദിൽ അവർ വീണത്. അവർക്ക് ഭയം, ഖുശൂ വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ കരഞ്ഞുകൊണ്ട് അവർ പറയും. സുജൂദിലാണ് ഒരു പ്രാർത്ഥന. സഹോദരങ്ങളെ, ഇതൊക്കെ മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകണ്ടേ?
വേണം. നാളെ യാചിക്കുമെന്നാണല്ലോ പറഞ്ഞത്. യാചിക്കും നാളെ. ഈ നൂറ് ഇവിടുന്ന് കൊളുത്തിക്കൊണ്ടുപോകാൻ നമുക്ക് അവസരം കിട്ടിയിട്ടില്ല എങ്കിൽ ഈ നൂറിന്റെ പിന്നാലെ, നൂറുള്ളവരുടെ പിന്നാലെ നൂറിന് വേണ്ടി യാചിച്ച് നമ്മൾ വരും. നമ്മൾ പറയും അലന്നക്കും മഅക്കും നക്തബിസ് മിൻ നൂരിക്കും, ഞങ്ങൾ കുറച്ച് പ്രകാശം എടുക്കട്ടെ. യുനാദൂനഹും വിളിച്ചു പറയും, കൂടെയല്ലേ നമ്മൾ ഒരുമിച്ച് ജീവിച്ചത്. പറയുന്ന വാക്ക് ഇർജിഉ വറാക്കും ഫൽതമിസു നൂറ, മടങ്ങിക്കോ പിന്നിലേക്ക്. മടങ്ങാൻ പറ്റൂല, മടങ്ങിക്കോ പിന്നിലേക്ക്. ഫൽതമിസ്, എന്നിട്ട് അവിടെ നീ പ്രകാശം കൊണ്ടുവന്നോന്നാ. ആ പ്രകാശമാണ് ഖുർആൻ. മരിച്ചു പോകുമ്പോൾ നമ്മളുടെ അടുക്കൽ വേണം സഹോദരങ്ങളെ, നമ്മളെ ഖബറിലേക്ക് അതായിരിക്കും പ്രകാശം. മൈശറയിൽ നമ്മളെ മുന്നിലും വലതുഭാഗത്ത് പ്രകാശം ഉണ്ടാകുമ്പം റബ്ബനാ അത്മിം ലനാ നൂറനാ, ഞങ്ങളെ നൂറ് പൂർത്തിയാക്കിക്കൊണ്ട് പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ തുടങ്ങേണ്ട സഹോദരങ്ങളെ. തുടങ്ങാത്തവന് പൂർണ്ണാക്കാൻ പറ്റുമോ? തുടങ്ങാത്തവൻ എന്ത് പൂർത്തിയാക്കല? വീട് പണി പൂർത്തിയാക്കിക്കൊണ്ട് പടച്ചോനെന്ന് പറയണമെങ്കിൽ വീട് പണി തുടങ്ങണ്ടേ? അത്മിം ലനാ നൂറനാ, നൂറ് പൂർത്തിയാക്കിക്കൊണ്ട് പടച്ചോനെ എങ്കിൽ തുടങ്ങണം. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിനെ തദബ്ബർ ചെയ്യാൻ നമുക്ക് പറ്റണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് റമളാനിനോടും നോമ്പിനോടും നീതി പുലർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വെള്ളിയാഴ്ച ഒരു ഖുത്ബ കേൾക്കുക, ആ ഖുത്ബ കേട്ട് ജുമഅക്ക് പങ്കെടുത്തു എന്ന് പറഞ്ഞ് കണക്ക് പറഞ്ഞ് പോകാനാണെങ്കിൽ ഇതൊന്നും ഫലം ചെയ്യൂല. ഈ കേട്ട കാര്യം പ്രാവർത്തികമാക്കാൻ നമ്മുടെ താനൂരിൻ്റെ ഭാഗത്ത് 4 ഖുർആൻ ക്ലാസുകൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്നിലെങ്കിലും ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസുകൾ ഏതെങ്കിലും ഒന്നിലെങ്കിലും വരാൻ നമുക്ക് പറ്റണം. അള്ളാഹ് എളുപ്പാക്കി. വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്ർ. സൂറത്തുൽ ഖമറിൽ 4 തവണ ചോദിച്ച ചോദ്യമാണ് ഫഹൽ മിൻ മുദ്ദക്കിർ, ആരാ തയ്യാറുള്ളത് എന്ന ചോദ്യത്തോടെ 4 ആയത്ത്, ഒരേ ആയത്ത് 4 വട്ടം സൂറത്ത് ഖമറിൽ അവസാനിക്കുന്നുണ്ട്. അള്ളാഹ് പറഞ്ഞത് വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്ർ, ചിന്തിച്ചാലോചിച്ച് പഠിക്കാൻ എളുപ്പാക്കിയിട്ടുണ്ട്. ആർക്കും ഇത് ഭാരമല്ല, എല്ലാവർക്കും എളുപ്പമാണ്. അള്ളാഹ് എളുപ്പാക്കിയെന്നാ പറഞ്ഞത്. എന്നൊരു ചോദ്യം, ആര് തയ്യാറുണ്ട്? ഖമർ, നമ്മൾ ആയിസേറ്റാ ബന്ധം ഖമറിന്. ആ സൂറത്തിലാണ് അള്ളാഹ് ചോദിച്ചത്. സഹോദരങ്ങളെ, അങ്ങനെ ഞാനുണ്ട് മറുപടി എന്ന് പറയാൻ ഈ ഖുത്ബയും ഈ റമളാനും നമുക്ക് കാരണമാകണം. എങ്കിൽ നമുക്കത് ഫലം ചെയ്യും. മഗ്രിബിന്റെ സമയം, മഗ്രിബ് ബാങ്കുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നുണ്ട്. പല പള്ളികളിലും സമയം വ്യത്യാസമാണ്. അതുകൊണ്ട് ആ സമയമൊന്ന് ഏകീകരിക്കണം എന്ന ഒരു ചർച്ചകൾ നടക്കുന്നു നമ്മുടെ നാട്ടിൽ. എന്താണ് ഇതിൻ്റെ നിലപാട്? ബാങ്ക് ഒരു മതവിഷയമാണ്. ബാങ്ക് നിസ്കാരത്തിന് സമയമായി, നോമ്പുറക്കാൻ സമയമായി എന്നൊക്കെ അറിയിക്കുന്ന ഷർത്തിൽപ്പെട്ടതാണ്. മതത്തിൻ്റെ കാര്യ. അപ്പോൾ അതിൽ തീരുമാനം, മതവിഷയത്തിലെ തീരുമാനം പ്രമാണമാണ്. ബാങ്കിൻ്റെ സമയം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മഗ്രിബ് ബാങ്കിൻ്റെ സമയം, മറ്റുള്ള ഏത് മതവിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്ക് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. കുറച്ച് അറിവുള്ളവർക്കാന്ന് പറയും. സാധാരണക്കാർ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, ഒരു പറഞ്ഞതല്ലേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന്. എന്നാൽ ഏത് കണ്ണുള്ള ഏത് മനുഷ്യനും, ഏത് സാധാരണക്കാരും മഗ്രിബിൻ്റെ സമയം നോക്കാൻ പറ്റുമല്ലോ. ഏകീകരിക്കാൻ എളുപ്പമാണ്. സമയം ഒന്ന് എഴുതിയെടുക്കുക. ഈ പള്ളിക്കൽ കൊടുക്കുന്ന സമയം തൊട്ടടുത്ത് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന പള്ളിയിലെ സമയം എഴുതിയെടുക്കുക. കടപ്പുറത്ത് പോയി നോക്കുക. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആദ്യം കൊടുക്കുന്നത് ഏതാ നോക്കുക. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് ഏതാ നോക്കുക. തീർന്നല്ലോ, പ്രശ്നം തീരുമല്ലോ. ഇതിന് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇത് എല്ലാവർക്കും പോയി നോക്കാം. അങ്ങനെ പോയി നോക്കുമ്പം നമ്മളെ ബാങ്ക് അസ്തമിക്കുന്നതിന് മുമ്പാണെങ്കിൽ മാറ്റണം, ഒരു സംശയം വേണ്ട. നമ്മളെ ബാങ്ക് അസ്തമിക്കുന്നതിന് മുമ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാറ്റണം. ഇവിടുത്തെ ബാങ്ക് ഒരു സംശയക്കാര്യത്തിലില്ല. അസ്തമിച്ചതിന് ശേഷമാണ് നമ്മൾ ബാങ്ക് കൊടുക്കണതെങ്കിൽ അവിടെയാണ് നിൽക്കേണ്ടത്. ബാക്കിയുള്ള ഇങ്ങോട്ട് വരിക. അതാണ് ഏകീകരണം. വിഷയം തീർന്നു, തർക്കമില്ല. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ എന്താ? ആരാധനയിലെ സൂക്ഷ്മത എന്താ? കൃത്യതയാണ്. നോമ്പിന്റെ സമയം
ആയാൽ നോമ്പ് തുറക്കൽ ധൃതി കാണിക്കണം. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. സൂര്യൻ അസ്തമിച്ചാലാണ് മഗ്രിബ്, അതും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ധൃതി കാണിക്കുന്നത് സുന്നത്താണ്. അസ്തമിച്ചതിന് ശേഷം പിന്നെ 3 മിനിറ്റ് കാക്കുക എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് നഷ്ടപ്പെടല. ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തിയൊരു ഏകീകരണം ഉണ്ടോ? ഇല്ല. വിഷയം വളരെ എളുപ്പമാണ്. പരപ്പനങ്ങാടിയിൽ കൊല്ലങ്ങൾക്കും ഈ പ്രശ്നം ഉണ്ടായി. ഇതേ പ്രശ്നം പരപ്പനങ്ങാടി കടപ്പുറത്ത് പോയി ആൾക്കാർ പോയിട്ട് കണ്ടു. അസ്തമയം പൂർണ്ണമായതിനു ശേഷം ആദ്യത്തെ ബാങ്ക്, പിന്നെ 2-3 മിനിറ്റ് 4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മറ്റേ ബാങ്ക്. അത് കണ്ട് അവിടുന്ന് പോയി. അതിനുശേഷം അവിടെ ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല. അവിടുത്തെ ആളുകൾ പറഞ്ഞത് പരപ്പനങ്ങാടി ചാപ്പപ്പടിയിൽ പള്ളിയുടെ ചില്ലിൽ നോക്കിയാൽ അസ്തമിക്കണത് കാണാതെ, അവിടെ അസ്തമിക്കുന്നത് കാണുമ്പോൾ അവർ ബാങ്ക് കൊടുക്കും. ജമാഅത്ത് പള്ളിയിൽ ബാങ്ക് കൊടുക്കും. അസ്തമിക്കുന്നത് കണ്ടാൽ ചില്ലിലൂടെ നോക്കി അതിന് മുന്നിൽ ഒരു ബിൽഡിങ്ങും തടസ്സമില്ല, ബാങ്ക് അവർ കൊടുക്കും. ആ ബാങ്ക് പലപ്പോഴും നമ്മളെ പള്ളിയിലെ ബാങ്കിനേക്കാളൊക്കെ ചിലപ്പോൾ മുമ്പായിക്കാരെന്നാണ്. ആ പള്ളിയിലെ കലണ്ടർ വെക്കലില്ല അവർ കാണുമ്പോൾ. അപ്പോ വിഷയം വളരെ ലളിതമാണ്. അതിൽ ആർക്കും ആശങ്ക വേണ്ട. മുസ്ലിം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാവരുത്, വിഭാഗ്യത ഉണ്ടായിരുന്നു. 4 പള്ളിക്ക് 4 സമയത്ത് ബാങ്ക് കൊടുക്കരുത്. എന്താ വേണ്ടത്? സമയം മഗ്രിബിന്റെ സമയം ളുഹുർ അസുറൊക്കെ പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊക്കെ. മഗ്രിബ് വളരെ എളുപ്പമല്ല. മഗ്രിബ് അപ്പോഴാണ് അസ്തമിച്ചതിന് ശേഷം. അസ്തമയം ഈ പ്രദേശത്ത് തീരെ പ്രശ്നം ഉണ്ടാകാൻ പാടില്ലല്ലോ. അസ്തമയം കാണുന്നു, അസ്തമിച്ചതിന് ശേഷം ബാങ്ക് കൊടുക്കുന്നു, അതിലേക്ക് വരിക. അതിനുശേഷം വീണ്ടും 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ബാങ്കാണെങ്കിൽ അവരിങ്ങോട്ട് വരണം. അതാണ് ഏകീകരണം. ഇനി അതല്ല, ഇവിടുത്തെ ബാങ്ക് അസ്തമിച്ച് പൂർണ്ണമാകുന്നതിന് മുമ്പാണോ എങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകണം, എന്നിട്ട് ഏകീകരിക്കണം. നോക്കിയാൽ മതി, പ്രശ്നം തീരും. എല്ലാവർക്കും നോക്കാം, ഏത് സാധാരണക്കാർക്കും നോക്കാം. അപ്പൊ ആ വിഷയത്തിൽ മതവിധി അതാണ് നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും സഹകരിക്കാനും സഹായിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹിന്റെ സുന്നത്ത് കൃത്യനിഷ്ഠതയോടുകൂടി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മതവിഷയങ്ങളിൽ അള്ളാഹുത്തിൽ നമുക്ക് അറിവിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ റമളാനിൽ നമ്മൾ അനുഷ്ഠിച്ച എല്ലാ ഇബാദത്തുകളും ആരാധനാകർമ്മങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കുറവുകളും ന്യൂനതകളും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് 35 വയസ്സേ ഉള്ളൂ. ഇന്നലെ രാത്രി അറ്റാക്ക് നിമിത്തം മരണപ്പെട്ടു. ഇന്ന് ജുമഅക്ക് മുമ്പാണ് ഖബറടക്കിയത്. എനിക്ക് മുഹമ്മദ് അലി അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഖുർആൻ പഠിതാവായ നമ്മളെ പള്ളിയിൽ ഇസ്മായിൽ സാഹിബിന്റെ ഉമ്മ കഴിഞ്ഞ ചൊവ്വാഴ്ച മരണപ്പെട്ടു. അള്ളാഹു ആ ഉമ്മാക്ക് പുറത്തു കൊടുക്കട്ടെ, മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ പള്ളിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് നമ്മുടെ പള്ളിയെ, നമ്മുടെ സുജൂദ് എന്ന സ്ഥലമാണ്, മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ്. നമ്മുടെ സദഖയിൽ ദാനധർമ്മങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് അള്ളാഹിൻ്റെ പള്ളിയെയാണ്. നമ്മുടെ ബഹുമാനനായ CP മുഹമ്മദ് അൻവർ സാഹിബ് അദ്ദേഹം നമ്മുടെ പള്ളിയിലേക്ക് ഇന്ന് 1 ലക്ഷം രൂപ നമ്മുടെ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ അനുജനും മരണപ്പെട്ടു പോയതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ തിന്മകളെ മായ്ച്ച് നമ്മുടെ പദവികൾ അള്ളാഹു ഉയർത്തി തരുമാറാവട്ടെ. അള്ളാഹു മുഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹിയാഹും മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم اعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم اجعل هذا الشهر الشريف رمضان شاهدا لنا ولا شاهدا علينا وحجة لنا ولا حجة علينا. ربنا تقبل منا صيامنا، ربنا تقبل منا قيامنا، ربنا تقبل منا ركوعنا وسجودنا ودعاءنا وصدقاتنا وتمم تقصيرنا وقضي حوائجنا يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.